അപ്പോൾ നെക്സ്റ്റ് നമുക്ക് റവന്യൂ അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം ആണ് ചെയ്യാനുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റവന്യൂ അക്കൗണ്ട് ഫോർമാറ്റ് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റവന്യൂ അക്കൗണ്ട് ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾ 1ഉം 2ഉം 3ഉം 4ഉം അറിയണം. സോ ഷെഡ്യൂൾ 1 പ്രീമിയം, ഷെഡ്യൂൾ 2 കമ്മീഷൻ, ഷെഡ്യൂൾ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഷെഡ്യൂൾ 4 ബെനിഫിറ്റ്സ് പെയ്ഡ്. ഇതും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഒരു പ്രോബ്ലം നോക്കാം. പേജ് നമ്പർ 232 എക്സാമ്പിൾ 3 ആണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ന്യൂ ലൈഫ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഹാഡ് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹10 lakh ഡിവൈഡഡ് ഇൻ ടു ഷെയർസ് ഓഫ് ₹10 each. ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനി ന്യൂ ലൈഫ് ഇന്ത്യ ഇൻഷുറൻസ് ലിമിറ്റഡ് ആണ്. അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 ലക്ഷമാണ്. അപ്പോൾ ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ്. അപ്പോൾ 10,000 ഷെയർസ് ഉണ്ടായിരിക്കും അല്ലേ? 10,000 അതോ 1 ലക്ഷം ഷെയർസോ? 10 രൂപ പറയുമ്പോൾ 1 ലക്ഷം ഷെയർസ്. 1 ലക്ഷം ഇൻറ്റു 10 എത്രയാണ് വരിക? 10 ലക്ഷം വരില്ലേ? ഓക്കെ, അപ്പോൾ 1 ലക്ഷം ഷെയർസ്, ഒരു ഷെയറിൻ്റെ വില 10 രൂപ. കമ്പനിയുടെ നെറ്റ് ലൈബിലിറ്റി അടുത്തത് പറയുന്നത് ഇറ്റ്സ് നെറ്റ് ലൈബിലിറ്റി ഓൺ ഓൾ കോൺട്രാക്ട്സ് ഇൻ ഫോഴ്സ് ആസ് ഓൺ 31st March 2020 വാസ് ₹96 lakh ആൻഡ് ഓൺ 31st March 2019 ദിസ് ലൈബിലിറ്റി വാസ് 84 lakh. അതായത് ഇവരുടെ നെറ്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത് 2019 മാർച്ചിൽ 84 ലക്ഷമായിരുന്നു. ഓപ്പണിംഗ് ലൈബിലിറ്റി 84 ലക്ഷമായിരുന്നു. 31st March 2020 ആയപ്പോൾ, അതായത് അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡ് ആയപ്പോൾ നെറ്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത് 96 lakh ആണ്, 96 ലക്ഷമാണ്. ദ കമ്പനി ഹാഡ് പെയ്ഡ് ആൻ ഇൻറ്ററിംഗ് ബോണസ് ഓഫ് ₹2,60,000. കമ്പനി ഇൻറ്ററിംഗ് ബോണസ് പേ ചെയ്യുന്നുണ്ട്. ബോണസ് 2,60,000 പേ ചെയ്യുന്നതെന്ന് പറയുന്നു. ആൻഡ് 20% ഓഫ് ദ സർപ്ലസ് ഈസ് ടു ബി അലോക്കേറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ റവന്യൂ അക്കൗണ്ട് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ആണെങ്കിൽ അതിൽ 20% ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു. 20% ടു റിസർവ്സ്, 20% റിസർവ് ആക്കി വെക്കുന്നു. ബാലൻസ് ബീയിങ് ക്യാരി ഫോർവേഡ്, ബാലൻസ് വരുന്നത് ഫ്യൂച്ചർ അപ്രോപ്രിയേഷന് വേണ്ടി ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. സോ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് കമ്പനിയുടെ 31st March 2020. അത് വെച്ചിട്ട് നമുക്ക് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തൊക്കെ ഐറ്റംസാണ് തന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീമിയം ലെസ് റീഇൻഷുർ പ്രീമിയം, പ്രീമിയത്തിൽ നിന്ന് റീഇൻഷുർ പ്രീമിയം ലെസ് ചെയ്തിട്ട് 57,20,000 തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ് ആൻഡ് റെൻറ്റ് 28 ലക്ഷം തന്നിട്ടുണ്ട്. ഫീസ് 16,000. ഇൻകം ടാക്സ് 4,40,000. മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് 7 ലക്ഷം. ആനുറ്റീസ് പെയ്ഡ് 50,000. സറണ്ടേഴ്സ് 3,20,000. സർപ്ലസ് ഓൺ റിവാലുവേഷൻ ഓഫ് റിവേർഷൻസ് 20,000. റീഇൻഷുറൻസ് ഇറക്കവറബിൾ 16,000. ക്ലൈംസ് ലെസ് റീഇൻഷുറൻസ് ക്ലൈം 34 ലക്ഷം. കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻഡഡ് 1,60,000. കമ്മീഷൻ 2,20,000. ഇത്രയും ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ ഓരോ ഐറ്റവും നമ്മൾ ഏതൊക്കെ ഷെഡ്യൂളാണോ എടുക്കേണ്ടത് അവിടെ എടുക്കുക, ആ ഷെഡ്യൂൾ ബാലൻസ് ചെയ്യുക. ആ ഷെഡ്യൂൾ ചെയ്താലാണ് നമുക്ക് റവന്യൂ അക്കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബ്ലം നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് ആൻസേഴ്സിലോട്ട് പോവാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂ ലൈഫ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ ഒരു റവന്യൂ അക്കൗണ്ട് വരയ്ക്കുക. ന്യൂ ലൈഫ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്നുകൊണ്ട് ഹെഡിങ് കൊടുക്കുക. റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2020. ക്ലോസിംഗ് ഡേറ്റിലെ ഡേറ്റ് ആണ് ഇടേണ്ടത്. റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്, നിങ്ങൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ വരയ്ക്കുമ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March ഇയർ എഴുതില്ലേ അതേപോലെ 3 കോളമാണ്. പർട്ടിക്കുലേഴ്സ്, ഷെഡ്യൂൾ നമ്പർ, എമൗണ്ട്. ഇത് നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ് റവന്യൂ അക്കൗണ്ട് ഫോർമാറ്റ് വരയ്ക്കാൻ. സോ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് പ്രീമിയം ആണ്. നെറ്റ് പ്രീമിയം ആണ് ആദ്യം എഴുതേണ്ട ഐറ്റം. റവന്യൂ അക്കൗണ്ടിൽ ആദ്യം എഴുതേണ്ട ഐറ്റം നെറ്റ് പ്രീമിയം ആണ്. സോ പ്രീമിയം ഏൺഡ് നെറ്റ്, അതായത് നെറ്റ് പ്രീമിയം. പ്രീമിയം കാണണമെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ 1 വരയ്ക്കണം. ഷെഡ്യൂൾ 1 വരച്ചാലേ നമുക്ക് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വേറൊരു പേജ് എടുത്തിട്ട് ഷെഡ്യൂൾ 1 പ്രീമിയം ഏൺഡ് ബ്രാക്കറ്റിൽ നെറ്റ് പ്രീമിയം ഏൺഡ് കാണാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ 1 വരയ്ക്കുക. ഒരു ഐറ്റം മാത്രമേ പ്രീമിയം ഷെഡ്യൂൾ 1 എടുക്കാനുള്ളതെങ്കിലും ആ ഷെഡ്യൂൾ നിങ്ങൾ വരച്ചിട്ടുണ്ടായിരിക്കണം. എക്സാമിന് അത് കണ്ടാൽ മാത്രമേ മാർക്ക് തരുള്ളൂ. സോ ഷെഡ്യൂൾ വരയ്ക്കുക. ഷെഡ്യൂൾ 1 പ്രീമിയം, നെറ്റ് പ്രീമിയം ഏൺഡ്, അത് വരയ്ക്കുക. അതിനകത്ത് ഇതിൽ ഏത് ഐറ്റമാണ് എടുക്കാനുള്ളത് നോക്കുക. ആകെ ഒരു ഐറ്റം മാത്രമേ അതിനകത്ത് എടുക്കാനുള്ളൂ. അത് പ്രീമിയം ലെസ് റീഇൻഷുർ പ്രീമിയം ആണ്. റീഇൻഷുർ പ്രീമിയം ലെസ് ചെയ്തിട്ടുള്ള പ്രീമിയം മാത്രമാണ് എടുക്കാനുള്ളത്. അത് 57,20,000 ആണ്. അത് ഷെഡ്യൂൾ 1 എഴുതുക. എന്നിട്ട് ഇവിടെ റവന്യൂ അക്കൗണ്ടിലും എഴുതണം. ഫസ്റ്റത്തെ ഐറ്റം നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റത്തെ ഐറ്റം പ്രീമിയം ഏൺഡ് അല്ലെങ്കിൽ നെറ്റ് പ്രീമിയം ഏൺഡ് അല്ലെങ്കിൽ നെറ്റ് പ്രീമിയം. ഷെഡ്യൂൾ 1 കൊടുക്കുക.
57,20,000 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് നമുക്ക് റവന്യൂ അക്കൗണ്ടിൽ എടുക്കാനുള്ള ഐറ്റം ഏതാണെന്നുള്ളത് നിങ്ങൾ റവന്യൂ അക്കൗണ്ട് ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോക്കുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കുക ഏത് ഐറ്റമാണ് ഇനി നെക്സ്റ്റ് എഴുതേണ്ടതെന്നുള്ളത്. റവന്യൂ അക്കൗണ്ടിൽ ആ ഒരു ഓർഡറിൽ തന്നെ ഐറ്റംസ് എഴുതി വരണം. പ്രീമിയം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഐറ്റം റവന്യൂ അക്കൗണ്ടിൽ എടുക്കേണ്ടത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ റവന്യൂ അക്കൗണ്ട് ഫോർമാറ്റ് ടെക്സ്റ്റിലെ പേജ് നമ്പർ 224 ഉണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആണ് അടുത്തത് എഴുതേണ്ടത്. അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ എഴുതാനുള്ളത്? സാധാരണ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെന്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ, റിഡംഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ലോസ് ഓൺ സെയിൽ, ട്രാൻസ്ഫർ ഓർ ഗെയിൻ ഓൺ റിവാലുവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതുക. സോ ഇവിടെ അതിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റിൽ എടുക്കാൻ തന്നിട്ടുള്ളത് ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ തന്നിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കുക. ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ ഒക്കെ തന്നിട്ടുണ്ട്, കാരണം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നിങ്ങൾ തന്നിരിക്കുന്ന ഐറ്റംസ് നോക്കിയാൽ മനസ്സിലാവും. ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 28 ലക്ഷം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സർപ്ലസ് ഓൺ റിവാലുവേഷൻ ഓഫ് റിവേർഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 20,000 തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റിനകത്ത് എടുക്കേണ്ട ഐറ്റംസ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെന്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ, ലോസ് ഓൺ സെയിൽ, ട്രാൻസ്ഫർ ഓർ ഗെയിൻ ഓൺ റീവാലുവേഷൻ, ഇങ്ങനെയുള്ള സാധനമാണ്. അപ്പോൾ റീവാലുവേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. റീവാലുവേഷൻ സർപ്ലസ്, റീവാല്യൂ ചെയ്തിട്ട് പ്രോഫിറ്റ് കിട്ടിയ ഒരു ഐറ്റം തന്നിട്ടുണ്ട്. സർപ്ലസ് ഓൺ റീവാലുവേഷൻ ഓഫ് റിവേർഷൻസ് 20,000, അതും ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റിനകത്ത് എടുക്കണം. ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെന്റ് അതും എടുക്കണം. സോ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് റവന്യൂ അക്കൗണ്ടിൽ അടുത്ത ഐറ്റം പ്രീമിയം കഴിഞ്ഞ അടുത്ത ഹെഡിങ് കൊടുക്കുക. അതിനകത്ത് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെന്റ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ടിനകത്ത് 28 ലക്ഷം, സർപ്ലസ് ഓൺ റിവാലുവേഷൻ ഓഫ് റിവേർഷൻ എന്ന് പറഞ്ഞിട്ട് എമൗണ്ടിനകത്ത് 20,000. ഇനി അടുത്ത ഐറ്റം റവന്യൂ അക്കൗണ്ടിൽ എടുക്കേണ്ടത് അതർ ഇൻകം ആണ്. പേജ് നമ്പർ 224 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോർമാറ്റ് കാണാം. റവന്യൂ അക്കൗണ്ട് അടുത്ത ഐറ്റം ഫസ്റ്റ് കാറ്റഗറിയിലെ അടുത്ത ഐറ്റം അതർ ഇൻകം ആണ്. സോ അതർ ഇൻകം എടുക്കുക. അതർ ഇൻകം എന്ന് എഴുതുക. എന്നിട്ട് അതർ ഇൻകം എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് അതർ ഇൻകത്തിൽ എഴുതേണ്ട എന്തെങ്കിലും ഐറ്റം ഇവിടെ തന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻഡഡ്, അത് അതർ ഇൻകത്തിൽ എടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഫീസ് ഒരു 16,000 തന്നിട്ടുണ്ട്, അതും അതർ ഇൻകത്തിൽ എടുക്കേണ്ട ഐറ്റംസ് ആണ്. സോ എഴുതുക കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻഡഡ് എമൗണ്ടിൽ 1,60,60,000. അതേപോലെ തന്നെ ഫീസ് 16,000. ഇത്രയും നമ്മൾ അതർ ഇൻകത്തിൽ എഴുതുക. അപ്പം നമ്മളിപ്പോൾ പ്രീമിയം എഴുതി കഴിഞ്ഞു, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എഴുതി കഴിഞ്ഞു, അതർ ഇൻകം എഴുതി കഴിഞ്ഞു. ഇനി ഇതൊക്കെ കൂടെ ആഡ് ചെയ്യാം. 57,20,000 പ്ലസ് 28 ലക്ഷം പ്ലസ് 20,000 പ്ലസ് 1,60,60,000 പ്ലസ് 16,000. ഇത് ആഡ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അതിന് നേരെ എ എന്ന് എഴുതുക. 3 സെക്ഷൻ ആയിട്ടാണ് നമുക്ക് റവന്യൂ അക്കൗണ്ട് ചെയ്യാനുള്ളത്. എ, ബി, സി ഇങ്ങനെ 3 സെക്ഷൻ ആയിട്ടാണ്. സോ നിങ്ങൾ ഈ ഫസ്റ്റ് സെക്ഷൻ എ എന്നുള്ള സെക്ഷൻ പ്രീമിയവും ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റും അതർ ഇൻകം എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു. എന്നിട്ട് അത് ടോട്ടൽ ചെയ്യാം. അപ്പോൾ എത്ര വരും എന്നുള്ളത് നോക്കാം. നമുക്ക് നോക്കാം എത്ര വരും എന്നുള്ളത്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 87,16,000 കിട്ടും. അത് എഴുതി വെച്ചിട്ട് അതിന് നേരെ ടോട്ടൽ എന്ന് എഴുതിയിട്ട് എ എന്ന് എഴുതുക. എ എന്നുള്ള സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് കമ്മീഷൻ ആണ് എഴുതേണ്ടത്. അടുത്ത സെക്ഷൻ ആണ്. അത് നമ്മൾ ഷെഡ്യൂൾ 2 വരച്ചിട്ടാണ് കാണേണ്ടത്. സോ നിങ്ങൾ വേറൊരു പേജ് എടുത്തിട്ട് ഷെഡ്യൂൾ 1 എഴുതിയതിൻ്റെ താഴെ ഷെഡ്യൂൾ 2 കമ്മീഷൻ എക്സ്പെൻസസ്, കമ്മീഷൻ നമ്മൾ കാണണം. സോ അതിനകത്ത് എടുക്കേണ്ട എന്തൊക്കെ ഐറ്റംസ് ആണ് പ്രോബ്ലത്തിനകത്ത് തന്നിരിക്കണം എന്ന് നോക്കാം. ഇതിനകത്ത് ആകെ ഒരു ഐറ്റമേ തന്നിട്ടുള്ളൂ, അത് കമ്മീഷൻ തന്നെയാണ്. സോ കമ്മീഷൻ പെയ്ഡ് 2,20,000 തന്നിട്ടുണ്ട്. കമ്മീഷൻ 2,20,000 തന്നിട്ടുണ്ട്. അതെടുക്കുക. അത് മാത്രമേ ഉള്ളൂ കമ്മീഷനിൽ എടുക്കാൻ. എന്നിട്ട് നേരെ റവന്യൂ അക്കൗണ്ടിലോട്ട് വരിക. പർട്ടിക്കുലേഴ്സിൽ കമ്മീഷൻ എന്ന് എഴുതിയിട്ട് ഷെഡ്യൂൾ നമ്പറിൻ്റെ അവിടെ ഷെഡ്യൂൾ 2 എന്ന് എഴുതുക. എമൗണ്ടിൽ 2,20,000 എഴുതുക. ഇനി നമുക്ക് അടുത്തായിട്ട് കൊടുക്കേണ്ടത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ നമ്മൾ അടുത്ത ഷെഡ്യൂൾ 3യിലാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമ്മൾ എഴുതുക. സോ നിങ്ങൾ ഷെഡ്യൂൾ 2ന് താഴെ ഷെഡ്യൂൾ 3 വരയ്ക്കുക. ഷെഡ്യൂൾ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ഇൻഷുറൻസ് ബിസിനസ്. ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് ഏതൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണോ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് അതൊക്കെ ഷെഡ്യൂൾ 3യിലാണ് എഴുതേണ്ടത്. പ്രോബ്ലത്തിനകത്ത് ഏതൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കുക. ആകെ ഒരു മാനേജ്മെന്റ് എക്സ്പെൻസസ് മാത്രമാണ് തന്നിരിക്കുന്നത്. സോ അതിന് താഴെ നിങ്ങൾ മാനേജ്മെന്റ് എക്സ്പെൻസസ് എന്ന് എഴുതുക. 7 ലക്ഷമാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നേരെ റവന്യൂ അക്കൗണ്ടിലോട്ട് വരിക. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ഇൻഷുറൻസ് ബിസിനസ് എന്ന് എഴുതുക. ഷെഡ്യൂൾ നമ്പറിൻ്റെ അവിടെ ഷെഡ്യൂൾ 3 എന്ന് എഴുതുക. എമൗണ്ടിൽ 7 ലക്ഷം എഴുതുക. ഇനി അത് കഴിഞ്ഞ് ഏതൊക്കെ ഐറ്റംസ് ആണ് ഇനി എടുക്കേണ്ടത്, ഇനി ഏതൊക്കെ ഐറ്റംസ് ആണ് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് നോക്കുക. അപ്പം നിങ്ങൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പ്രൊവിഷൻ എഴുതണം.
അപ്പോൾ ഏതെങ്കിലും പ്രൊവിഷൻ തന്നിട്ടുണ്ടോ? നിങ്ങൾ ഫോർമാറ്റ് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പേജ് നമ്പർ 224 ഫോർമാറ്റ് നോക്കി പോവാം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ബാഡ് ഡെബ്റ്റ്സ് റിട്ടേൺ ഓഫ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. പ്രൊവിഷൻസ് ആണ് അടുത്തത് എഴുതേണ്ട ഐറ്റം. അപ്പോൾ പ്രൊവിഷൻ ഏതെങ്കിലും തന്നിട്ടുണ്ടോ നോക്കുക. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിനകത്ത് ഏതെങ്കിലും പ്രൊവിഷൻ തന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. തന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയാണ് അത് എഴുതുക. പ്രോബ്ലത്തിനകത്ത് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സോ അല്ലെങ്കിൽ ബാഡ് ഡെബ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഐറ്റംസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എഴുതേണ്ടതാണ്. സോ ഇൻകം ടാക്സ് 4,40,000 തന്നിരിക്കുന്നത്, അത് എഴുതുക. അതേപോലെ തന്നെ റീ ഇൻഷുറൻസ് ഇർറിക്കവറബിൾ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കിട്ടാത്ത റീ ഇൻഷുറൻസ് ഇർറിക്കവറബിൾ, കവർ ചെയ്യാത്ത ഇൻഷുറൻസ് അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല, ഇറക്കവറബിൾ ആണ്, അത് കിട്ടില്ല. സോ അങ്ങനെയുള്ളതിന് നമ്മൾ ബാഡ് ഡെബ്റ്റ്സ് എന്നാണ് പറയുക. സോ നമുക്ക് റീ ഇൻഷുറൻസ് ഇറക്കവറബിൾ, അത് കിട്ടില്ല, അത് നമുക്ക് കിട്ടാത്ത കാരണം അത് നമ്മൾ ബാഡ് ഡെബ്റ്റ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ റീ ഇൻഷുറൻസ് ഇറക്കവറബിൾ എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം തന്നെയാണ്. സോ ബാഡ് ഡെബ്റ്റ്സ് റിട്ടേൺ ഓഫ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് എഴുതേണ്ടത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എഴുതിയ ശേഷമാണ് എഴുതേണ്ടത്. സോ റീ ഇൻഷുറൻസ് ഇറക്കവറബിൾ 16,000 എഴുതാം. അപ്പോൾ റീ ഇൻഷുറൻസ് ഇറക്കവറബിളും പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഒരു 4,40,000 എഴുതാൻ പറഞ്ഞു. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ബി എന്നുള്ള സെക്ഷൻ കഴിഞ്ഞു. സോ ബി എന്നുള്ള സെക്ഷൻ ആഡ് ചെയ്യുക. ബി എന്നുള്ള സെക്ഷൻ എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതായത് അതിനുശേഷം നമ്മൾ കമ്മീഷൻ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അതേപോലെ തന്നെ റീ ഇൻഷുറൻസ് ഇറക്കവറബിൾ, അതേപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ്, ഇത്രയും കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇത് ആഡ് ചെയ്തിട്ട് എത്ര പേരുണ്ടെന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് ബി എന്നുള്ള സെക്ഷൻ 2,20,000 പ്ലസ് 7,00,000 പ്ലസ് 16,000 പ്ലസ് 4,40,000 13,76,000 കിട്ടും. അപ്പോൾ ടോട്ടൽ ബി എന്ന് പറഞ്ഞിട്ട് 13,76,000 എന്ന് എഴുതാം. ഇനി നമുക്ക് നെക്സ്റ്റ് എഴുതേണ്ടത് ബെനിഫിറ്റ്സ് പെയ്ഡ് ആണ്. അത് ഷെഡ്യൂൾ 4 വരച്ചാലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ബെനിഫിറ്റ്സ് പെയ്ഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഷെഡ്യൂൾ 4 വരച്ചുകൊണ്ട് ബെനിഫിറ്റ്സ് പെയ്ഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ബെനിഫിറ്റ്സ് പെയ്ഡ് എന്നുള്ള ഷെഡ്യൂൾ 4 ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഒരു കോളം വരയ്ക്കുക. എന്നിട്ട് അതിനകത്ത് ബെനിഫിറ്റ്സ് പെയ്ഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ഐറ്റംസ് ആണ്. അപ്പം നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് പെയ്ഡ് എന്നുള്ള ഷെഡ്യൂൾ വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ടെക്സ്റ്റിനകത്ത് അതിൻ്റെ ഫോർമാറ്റ് നോക്കുക. പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ബെനിഫിറ്റ്സ് പെയ്ഡിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. ഇൻഷുറൻസ് ക്ലെയിം, ക്ലെയിം ബൈ ഡെത്ത്, ക്ലെയിം ബൈ മെച്യൂരിറ്റി, ആനുവിറ്റി, പെൻഷൻ പേയ്മെൻറ്റ്, അതർ ബെനിഫിറ്റ്സ് വരും. അതേപോലെ തന്നെ എമൗണ്ട് സെഡഡ് ഇൻ റീ ഇൻഷുറൻസ്, അതായത് അതിൽ ക്ലെയിം ബൈ ഡെത്ത്, ക്ലെയിം ബൈ മെച്യൂരിറ്റി, അതേപോലെ തന്നെ എമൗണ്ട് അക്സെപ്റ്റഡ് ഇൻ റീ ഇൻഷുറൻസ് എന്നുള്ളൊരു കാറ്റഗറി വരും. ടോട്ടൽ ബെനിഫിറ്റ് തന്നെ ഇനി ഇന്ത്യ ഔട്ട്സൈഡ് എന്താന്ന് പറഞ്ഞിട്ട് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. സോ ഇത്രയും കാര്യങ്ങളാണ് വരിക. അപ്പോൾ ബെനിഫിറ്റ്സ് പെയ്ഡിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ളത് നോക്കാം. ബെനിഫിറ്റ്സ് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ അതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെനിഫിറ്റ്സിനകത്ത് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ക്ലൈംസ്, ആനുറ്റീസ്, സറണ്ടർ. ക്ലൈം എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആനുറ്റി എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സറണ്ടർ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഷെഡ്യൂൾ 4 വരച്ചിട്ട് ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് എഴുതുക. അപ്പോൾ ആദ്യം ക്ലൈം ആണ് എഴുതേണ്ടത്. ക്ലൈം തന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. തന്നിട്ടുണ്ട്. ക്ലൈംസ് ലെസ് റീ ഇൻഷുറൻസ് ക്ലൈം. റീ ഇൻഷുറൻസ് ക്ലെയിം ലെസ് ചെയ്യാണ്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഡിഡക്ട് ചെയ്തിട്ട് വേണം കാണിക്കാൻ. ഇതിൽ ഓൾറെഡി ലെസ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. ക്ലൈംസ് ലെസ് റീ ഇൻഷുറൻസ് ക്ലെയിം 34 ലക്ഷമാണ് തന്നിരിക്കുന്നത്, അത് എഴുതുക. ഇനി നെക്സ്റ്റ് ആനുറ്റീസും സറണ്ടറും എഴുതണം. ആനുറ്റീസ് പെയ്ഡ് 50,000 തന്നിട്ടുണ്ട്, അത് എഴുതുക. ആനുറ്റീസ് 50,000. സറണ്ടർ എത്രയാണ് തന്നിരിക്കുന്നത് നോക്കുക. സറണ്ടേഴ്സ് 3,20,000 തന്നിട്ടുണ്ട്, അതും എഴുതുക. സോ അപ്പം നമുക്ക് ബെനിഫിറ്റ്സ് പെയ്ഡ് കിട്ടും. അപ്പം നമുക്ക് ആ ഒരു ഷെഡ്യൂള് ടോട്ടൽ ചെയ്യുക. 34 ലക്ഷം പ്ലസ് 3,20,000 പ്ലസ് 50,000 എത്രയാണ് വരിക എന്നുള്ളത് നോക്കുക. സോ നമ്മൾ 34 ലക്ഷം പ്ലസ് 50,000 പ്ലസ് 3,20,000 ചെയ്യുന്ന സമയത്ത് നമുക്ക് 37,70,000 കിട്ടും. അതാണ് ടോട്ടൽ ക്ലെയിം എന്ന് പറയുന്നത്. അതാണ് ടോട്ടൽ ക്ലെയിം മീൻസ് ക്ലെയിമിനകത്ത് തന്നെ ബെനിഫിറ്റ്സ് പെയ്ഡിനകത്ത് തന്നെ ക്ലെയിം, ആനുറ്റീസ്, സറണ്ടേഴ്സ് ഉണ്ട്. 3 കൂടെ ആഡ് ചെയ്തിട്ടാണ് 37,70,000. അതാണ് നമ്മൾ ഇനി റവന്യൂ അക്കൗണ്ടിലോട്ട് പോയിട്ട് ബിയുടെ താഴെ അടുത്ത സി എന്നുള്ള കാറ്റഗറിയിൽ ബെനിഫിറ്റ്സ് പെയ്ഡ് ആണ് ആദ്യം എഴുതേണ്ടത്. ഷെഡ്യൂൾ നമ്പറിനകത്ത് ഷെഡ്യൂൾ 4 എന്ന് എഴുതുക. 37,70,000 എന്ന് എഴുതാം. എന്നിട്ട് പിന്നെ അതിനകത്ത് എഴുതാനുള്ളത് ഇൻ്ററിം ബോണസ് പെയ്ഡ് ആണ് അടുത്തത്. പേജ് നമ്പർ 224
ഫോർമാറ്റ് ശ്രദ്ധിക്കുക. അടുത്ത് എഴുതേണ്ടത് ഇൻറ്ററിം ബോണസ് പെയ്ഡ് ആണ്. ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോർമാറ്റ് പഠിക്കണം. സോ ഇൻറ്ററിം കുറേ പ്രോബ്ലം ചെയ്ത് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഫോർമാറ്റ് മൈൻഡിൽ നിൽക്കും. സോ നെക്സ്റ്റ് ഇൻറ്ററിം ബോണസ് പെയ്ഡ് ആണ് എഴുതേണ്ടത്. അത് പ്രോബ്ലത്തിനകത്ത് ആദ്യം തന്നെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് ദ കമ്പനി ഹാഡ് പെയ്ഡ് ആൻ ഇൻറ്ററിം ബോണസ് ഓഫ് 2,60,000 തന്നിട്ടുണ്ട്. സോ 2,60,000 ആണ് ഇൻറ്ററിം ബോണസ്. സോ ഇൻറ്ററിം ബോണസ് പെയ്ഡ് 2,60,000 നമ്മൾ ബെനിഫിറ്റ്സ് പെയ്ഡ് എഴുതിയ ശേഷം എഴുതാം. നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് റവന്യൂ അക്കൗണ്ടിൽ നമുക്ക് നെക്സ്റ്റ് എഴുതേണ്ടത് ചേഞ്ച് ഇൻ വാല്യൂഷൻ ഓഫ് ലൈബിലിറ്റി എഗെയിൻസ്റ്റ് ലൈഫ് പോളിസീസ് ഇൻ ഫോഴ്സ് ആണ്. ഫോർമാറ്റ് നോക്കിയാൽ മനസ്സിലാവും. ചേഞ്ച് ഇൻ വാല്യൂഷൻ ഓഫ് ലൈബിലിറ്റി എഗെയിൻസ്റ്റ് ലൈഫ് പോളിസീസ് ഇൻ ഫോഴ്സ്. സോ ചേഞ്ച് ഇൻ വാല്യൂഷൻ ഓഫ് ലൈബിലിറ്റി അത് എത്രയാണെന്നുള്ളത് കാണാൻ നമ്മുടെ നെറ്റ് ലൈബിലിറ്റി ക്ലോസിംഗ് ഇയറിൽ നെറ്റ് ലൈബിലിറ്റി 96 ലക്ഷമാണ്. ഓപ്പണിംഗ് ഇയറിൽ നെറ്റ് ലൈബിലിറ്റി 84 ലക്ഷമാണ്. സോ ചേഞ്ച് ഇൻ വാല്യൂഷൻ ഓഫ് ലൈബിലിറ്റി ഇൻ റെസ്പെക്ട് കാണാൻ ക്ലോസിംഗ് ബാലൻസിൽ നിന്ന് ഓപ്പണിംഗ് ബാലൻസ് മൈനസ് ചെയ്യുക. സോ 96 ലാക്ക് മൈനസ് 84 ലാക്ക് നമുക്ക് 12 ലാക്ക് കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സി എന്നുള്ള കാറ്റഗറിയായി. അപ്പോൾ സി എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ ബെനിഫിറ്റ്സ് പെയ്ഡ് മുതൽ എഴുതി, ഇൻറ്ററിം ബോണസ് എഴുതി, ചേഞ്ച് ഇൻ വാല്യൂഷൻ ലൈബിലിറ്റി എഴുതി. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മൾ സി എന്നുള്ള കാറ്റഗറി നമുക്ക് ടോട്ടൽ ചെയ്യാൻ പറ്റും. സോ അതിനകത്ത് 37,70,000 ബെനിഫിറ്റ്സ് പെയ്ഡ് ഉണ്ട്. അതേ പ്ലസ് 2,60,000 ഇൻറ്ററിം ബോണസ് പെയ്ഡ്, ചേഞ്ച് ഇൻ ലൈബിലിറ്റി ഇൻ റെസ്പെക്ട്, ചേഞ്ച് ഇൻ വാല്യൂഷൻ ഓഫ് ലൈബിലിറ്റി ഇൻ റെസ്പെക്ട് 12 ലാക്ക്. സോ 52,30,000 കിട്ടും. സി എന്നുള്ള കാറ്റഗറി 52,30,000 കിട്ടും. അപ്പോൾ നമുക്ക് എ ബി സി എന്നുള്ള 3 കാറ്റഗറി ചെയ്ത് കഴിഞ്ഞാൽ ഇനി റവന്യൂ അക്കൗണ്ട് വരച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നോക്കണം. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയും. അതേപോലെ റവന്യൂ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്ന് പറയും. സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസും, ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കമ്മിയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. നിങ്ങളിങ്ങനെ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുകയാണെങ്കിൽ സർപ്ലസ് ഡെഫിസിറ്റ് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. സോ നമ്മൾ കാണാൻ സർപ്ലസ് ഓർ ഡെഫിസിറ്റിന് നമ്മൾ ഡി എന്നുള്ള കാറ്റഗറിയാണ്, അതിന് നമ്മൾ അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡി കാണാൻ എ മൈനസ് ബി മൈനസ് സി ആണ്. സോ നിങ്ങൾ ആദ്യം 87,16,000 ആണ് കിട്ടിയത് എ, ബി 13,76,000 ആണ് കിട്ടിയത്, സി 52,30,000 ആണ് കിട്ടിയത്. സോ എ മൈനസ് ബി മൈനസ് സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് കിട്ടും. അത് ചെയ്യാം. സോ 87,16,000 നിന്ന് 13,76,000 52,30,000 മൈനസ് ചെയ്ത് നമുക്ക് 21,10,000 കിട്ടും. 21,10,000 കിട്ടും. അതാണ് സർപ്ലസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയും. അത് പോസിറ്റീവ് ഫിഗർ തന്നെയാണ്. സോ 21,10,000 എന്ന് പറയും. നമുക്ക് സർപ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാസ്റ്റ് എഴുതേണ്ടത് റവന്യൂ അക്കൗണ്ടിൽ അതിൻ്റെ അപ്രോപ്രിയേഷൻസ് ആണ്. അതായത് ഈ സർപ്ലസ് എങ്ങനെയൊക്കെ വിനിയോഗിക്കുന്നു, എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്രോപ്രിയേഷനകത്ത് ആദ്യം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് ആണ് എഴുതേണ്ടത്. സോ ആദ്യം അപ്രോപ്രിയേഷൻ എഴുതിയിട്ട് അതിന് താഴെ ട്രാൻസ്ഫർ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലോട്ട് എത്ര രൂപയാണ് മാറ്റി വെക്കേണ്ടത്. പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് 20% ഓഫ് ദ സർപ്ലസ് ഈസ് ടു ബി അലോക്കേറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. 20% സർപ്ലസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 21,10,000 20% കാണാം. 21,10,000 20% ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. സോ അതിൻ്റെ 20% കാണുമ്പോൾ നമുക്ക് 4,22,000 കിട്ടും. സോ അത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതാണ്. 21,10,000 സർപ്ലസ് ആണ്, അതിൻ്റെ 20% ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അത് എഴുതുക. അതിനുശേഷം ട്രാൻസ്ഫർ ടു റിസർവ്, അതായത് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് 20% ടു റിസർവ്, 20% റിസർവിലോട്ട് മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ വീണ്ടും 21,10,000 20% കാണും. ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് 4,22,000. അത് നമ്മൾ എങ്ങോട്ട് മാറ്റേണ്ടതാണ്? റിസർവിലോട്ട് മാറ്റേണ്ടതാണ്. സോ ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറഞ്ഞിട്ട് 4,22,000. ഇനി ബാക്കിയുള്ള എമൗണ്ട്, അതായത്
4,22,000 നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനും 4,22,000 നമ്മൾ ആർക്ക് നമ്മുടെ റിസർവിലോട്ടും മാറ്റി. സോ നമുക്ക് 21,10,000 നിന്ന് 8,44,000 മൈനസ് ചെയ്താൽ ബാക്കിയുള്ള പോർഷൻ, അതായത് ഷെയർ ഹോൾഡേഴ്സിനും മാറ്റി കൊടുത്തു കഴിഞ്ഞ് റിസർവിലോട്ട് മാറ്റിക്കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട്, ബാക്കി 21,10,000 നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് 20%, റിസർവിലോട്ട് 20%, അതായത് 4,22,000 രണ്ടുപേർക്കും കൊടുത്തു കഴിഞ്ഞാൽ അത് 8,44,000 മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് 12,66,000 ആണ്. അതിന് നേർക്ക് എഴുതണം ബാലൻസ് ബീയിങ് ഫണ്ട്സ് ഫോർ ദ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ. ബാലൻസ് നമ്മൾ ഫ്യൂച്ചർ അപ്രോപ്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ബാക്കിയുള്ള അപ്രോപ്രിയേഷന് വേണ്ടി 12,66,000. അപ്പോൾ 12,66,000 പ്ലസ് 4,22,000 പ്ലസ് 4,22,000 ടോട്ടൽ ഡി എന്ന് പറഞ്ഞിട്ട് 21,10,000 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കണം. ഇത്രയേ ഉള്ളൂ റവന്യൂ അക്കൗണ്ട്. സിമ്പിളാണ്, ആ ഫോർമാറ്റ് മാത്രം പഠിച്ചാൽ മതി, ഈസി ആയിട്ട് ചെയ്യാം.